Good neighbor to bank on. Kodungalur Town Cooperative Bank. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. Good neighbor to bank on. കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കടൽമാക്രി ശല്യം മത്സ്യത്തൊഴിലാളികളുടെ വല നശിച്ചു. അഴീക്കോട് മത്സ്യബന്ധന വള്ളത്തിലെ വല കടൽമാക്രികൾ നശിപ്പിച്ചു. വാഗച്ചാർത്ത് എന്ന ഇൻബോർഡ് എഞ്ചിൻ വള്ളത്തിലെ വലയാണ് നശിച്ചത്. തിങ്കളാഴ്ച കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടയിലാണ് കടൽമാക്രികൾ കൂട്ടത്തോടെ വലയിൽ കയറിയത്. ഏകദേശം 1000 കിലോ വല കടൽമാക്രികൾ കടിച്ചു മുറിച്ച് നശിപ്പിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. ഞങ്ങൾ വാഗച്ചാർത്ത് എന്ന് പറയുന്ന അഴീക്കോടുള്ള ഒരു വള്ളമാണ്, മത്സ്യബന്ധനത്തിന് പോണ ഇൻബോർഡ് വള്ളമാണ്. മിനിയാങ്ങൾ രാവിലെ 10:21 നോർത്തിൽ വലയടിച്ചിട്ട് അതിലാണ് നേരത്തെ അടിച്ചാണ്. പക്ഷെ വല നിറച്ച് കടൽമാക്രിയായിരുന്നു. കടൽമാക്രി കയറിയിട്ട് അന്ന് രാവിലെ മുതൽ പിന്നെ വരെയും പണിയെടുത്ത് 50-55 ആള് പണിയെടുക്കണതാണ്. ഇത്ര ആൾക്കാർ അധ്വാനം. അതുകൂടാതെ ഏകദേശം ഒരു 1000 കിലോ വലയുടെയെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വല ഇങ്ങനെ വെട്ടി മാറി പകുതിയിൽ കൂടുതൽ വല നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ വലയുടെ കേടുപാട് തീർക്കാനായിട്ട് വലിയൊരു സംഖ്യയുണ്ട്. അതുകൂടാതെ ഈ ആൾക്കാരുടെ അന്നാന്ന് പണിയെടുത്ത് പോകുമ്പോൾ അവർക്ക് കൂലി കൊടുക്കണം. ചുരുക്കം പറഞ്ഞാൽ 5-10 ലക്ഷം രൂപ നഷ്ടം വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിലൊന്നും തന്നെ ജോലിക്ക് പോകാനും അതിൽ നിന്നൊരു 100 രൂപ പോലും വരുമാനം കിട്ടാനും പറ്റാത്ത ഒരു ഗതികേടിലാണ് സംഭവിച്ചിട്ടുള്ളത്. വേറെ കുറേ വള്ളക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചത് ഭയങ്കരമായൊരു നഷ്ടത്തിലാണ് ഇത് ഇരിക്കുന്നത്. വല അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വള്ളം കടലിലിറങ്ങാൻ ഒരാഴ്ചയെടുക്കും. കടൽമാക്രികളുടെ ആക്രമണത്തിൽ 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. വള്ളത്തിൽ പണിയെടുക്കുന്ന 45ഓളം തൊഴിലാളികൾക്ക് പണിയില്ലാതാകുകയും ചെയ്തു. മറ്റു ചില വള്ളങ്ങൾക്കും സമാനമായ വിധത്തിൽ നാശം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പണി തീരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ മിനിയാന്നൊക്കെ ഇരുന്ന് പണിയെടുത്ത ആളുകൾ കഷ്ടപ്പെട്ടിട്ട് ഇന്നിപ്പോൾ പകുതി ആൾക്കാരെത്തിയിട്ടില്ല. അത്ര ആൾക്കാരുടെ കഷ്ടപ്പാട് ഉണ്ടായിട്ട് പോലും ഇതൊന്നും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തണം. നമുക്ക് ഒരു സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോഴേ തന്നെ നമുക്ക് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് പുതിയൊരു ബാധ്യത ഏൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതിനെ നിലനിർത്താൻ തക്കതായ ഒരു സാമ്പത്തിക സഹായം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അധികാരികളിൽ നിന്നും ഉണ്ടാവണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നു. നമ്മളുടെ മാത്രം ഈ വാഗച്ചാർത്ത് വള്ളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് നിൽക്കണില്ല. വേറെ ചില വള്ളക്കാർക്കും ഇത് അതേ ദിവസം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്ന് കഴിയും എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ 5 മണി വരെ ഇത് ഇപ്പോൾ 3 ദിവസമായി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയും ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും എന്ന് വിചാരിക്കണം. അത്രയും പണിയുണ്ട്. തമ്മിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു 5-8 ലക്ഷം രൂപയുടെ നഷ്ടം നമുക്കിതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 2000 കിലോ പുതിയ വലയൊക്കെ കയറ്റി പണി തീർത്തിട്ടാണ് ഈ വള്ളം പണിക്കിറങ്ങിയത്. അത് ഭൂരിഭാഗവും വല നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.